ഹായ്. ബേബി ചായ ഒന്ന് പെട്ടെന്ന് വരും ഒന്ന്. അല്ലതേ പിഷാരടി, എന്തോ ഞാൻ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ ദിവസം അതിഥി വേണ്ടാന്ന്. അങ്ങനെ പറയല്ലേ, നമുക്ക് എല്ലാ എപ്പിസോഡിലും ഒരു ഗസ്റ്റ് വേണ്ടേ? അല്ല, നമ്മൾ അങ്ങനെ ഒരു ഗസ്റ്റിനെ വെച്ചിട്ടല്ലേ ഇതിന്റെ ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ സൂര്യ ടി വി ആയിട്ട് കോൺട്രാക്ട് ഉള്ളത് എല്ലാ ദിവസവും ഒരു ഗസ്റ്റ് വരും എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇന്ന് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന ദിവസമാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നമുക്ക് അയാളെ അടുത്ത എപ്പിസോഡിലാക്കിയാ പോരെ? അങ്ങനെ പറ്റൂല. എടാ ബേബി, നീ എന്നാ പണിയായി കാണിക്കണേ? എന്തേ? ഇവിടെ ഒരു അതിഥി ഇരിക്കണു. ആ പെണ്ണാണെങ്കിൽ 2 അതിഥികളെ വിളിക്കാൻ പോണു. അത് മാത്രമല്ല, പുറത്താണെങ്കിൽ ഗവൺമെന്റിന്റെ അതിഥികള്. നീ വിളിക്കുന്ന അതിഥി ഇവിടെ അതിഥികളുടെ സംസ്ഥാന സമ്മേളനോ? അമ്മച്ചി, ഇത് അങ്ങനത്തെ അതിഥിയൊന്നും അല്ല. പിന്നെ എന്റെ വളരെ അടുത്ത ഫ്രണ്ടും ദുബായിലെ ഷെയ്ഖിന്റെ മേലുദ്യോഗസ്ഥനുമായിട്ടുള്ള ഉസ്മാൻ ഉണ്ണി. ദുബായി പോയി ഏത് മണൽത്തറിയോട് പോലും ചോദിച്ചാലും ഉസ്മാൻ ഉണ്ണിയുടെ പേര് പറയും. എന്താ, അവന് മണൽ കടത്താണോ ജോലി? അത് മാത്രമല്ല, അതെ, ഇവിടുന്ന് ഇപ്പൊ ദുബായിക്ക് ഒരു വിസ എടുത്ത് അവിടെ ചെന്ന് മണൽത്തരികളോട് ചോദിക്കാനുള്ള ഗ്യാപ്പ് ഒന്നും നമുക്കില്ല. സിമ്പിൾ ആയിട്ട് പറയാമോ ആരാ വരാൻ പോകുന്നത്? അയ്യോ, ഇത് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല. പുള്ളി നമ്മൾ ഉദ്ദേശിക്കണ പുള്ളി വലിയ ആളാ. പുള്ളിക്ക് ഇച്ചിരി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പുള്ളി അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് വിളിക്കാൻ പറ്റില്ല. പിഷാരടി അവിടെ നിന്ന് മാറി കൊടുത്തിട്ട് പുള്ളിനെ ഇരുത്തണം. അയ്യോ, അത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പുള്ളി വരില്ല. ആള് വരട്ടെ, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരുത്താം. ആളങ്ങനെ വന്നാളൊന്നുമല്ല. ആളെ നമുക്ക് പ്രൊഫൈലിൽ കാണിക്കണം. പ്രൊഫൈൽ ഇട്ടാലേ വരുള്ളൂ. പ്രൊഫൈൽ ഇട്ടാലേ വരുള്ളൂ. പുള്ളി ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എയർപോർട്ടിലാണെങ്കിൽ ടിവിയിൽ പുള്ളിയുടെ പ്രൊഫൈൽ ഇട്ടാലേ പുള്ളി ഫ്ലൈറ്റിൽ നിന്ന് വരെ ഇറങ്ങുള്ളൂ. അപ്പൊ വീഡിയോ കോളിൽ